വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി Hallelujah. Praise the Lord. കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വചനം കേൾക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിൻ്റെ സമയമാണ്. വചനം ദൈവമായതുകൊണ്ട് ആ വചനം നമ്മൾ കേൾക്കുമ്പോൾ ദൈവം തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ആയതിനാൽ തുടർന്നുള്ള മണിക്കൂറുകൾ അനുഗ്രഹത്തിൻ്റെ മണിക്കൂറാണ്. ദൈവകരങ്ങളിലേക്ക് ഈ നിമിഷത്തെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നീ ഇവരെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയിലൂടെ, തകർച്ചയിലൂടെ, നൊമ്പരങ്ങളിലൂടെ, രോഗാവസ്ഥയിലൂടെ, സാമ്പത്തിക കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ എൻ്റെ മുൻപിലുണ്ട്. കുടുംബ ജീവിതത്തിൽ തകർച്ചകൾ നേരിടുന്നവരുണ്ട്. അപ്പാ, നീ ഇവരെ കാണണമേ, നീ ഇവരെ തൊടണമേ, ഇവർക്ക് പ്രത്യാശയായി കടന്നു വരണമേ. അവരുടെ ദുഃഖങ്ങൾ, വേദനകൾ, പ്രയാസങ്ങളെല്ലാം മാറട്ടെ. തിരുവചനത്തിലൂടെ ഇന്ന് നീ ഇവരോട് സംസാരിക്കണമേ. അവരുടെ നൊമ്പരങ്ങൾ മാറട്ടെ. ആശ്വാസവും പ്രത്യാശയും കൂടെ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം സ്വീകരിക്കുവാനും അനുസരിക്കാനുമുള്ള കൃപ ഉന്നതത്തിൽ നിന്ന് ഇവർക്ക് അയച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, പ്രത്യേകമായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ തോമാസിലിയായി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം.
പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരുന്ന ദൈവം എന്നാണ്. നമുക്ക് നഷ്ടപ്പെട്ട അനുഗ്രഹത്തെ മടക്കിത്തരുന്ന ഒരു ദൈവം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് എന്തെല്ലാം നഷ്ടമായിട്ടുണ്ടോ അതെല്ലാം ഇന്ന് അവൻ മടക്കിത്തരാൻ പോകുകയാണ്. പ്രിയമുള്ളവരെ, ദാവീദിൻ്റെ കുടുംബം മുഴുവൻ സിക്ലാഗിൽ താമസിച്ചിരിക്കെ ദാവീദും ദാവീദിൻ്റെ പട്ടണക്കാരും മറ്റു സ്ഥലത്ത് പോയിരിക്കുകയായിരുന്നു. എന്നാൽ ദാവീദും പട്ടാളക്കാരും സിക്ലാഗിൽ മടങ്ങി വന്നപ്പോൾ ദാവീദിന് ഒരു കാര്യം മനസ്സിലായി. ഇതാ അമലോക്യർ സൈന്യം മുഴുവൻ വന്ന് തൻ്റെ ഭാര്യമാരെയും മക്കളെയും വേലക്കാരെയും സമ്പത്തുകൾ മുഴുവൻ, ആടുകൾ, ഒട്ടകങ്ങൾ, കുതിരകൾ, കാളകൾ, ഇങ്ങനെയുള്ള സകല സമ്പത്തുകളും അമലോക്യർ കൊള്ളയടിച്ചുകൊണ്ട് പോയതായി ദാവീദിന് മനസ്സിലായി. മാത്രമല്ല, അവർ താമസിച്ചിരുന്ന ആ ദേശത്തിന്, കൂടാരത്തിന് അവർ തീ കൊളുത്തി അത് മുഴുവൻ കത്തിയെരിയുകയാണ്. ഈ അവസ്ഥയിൽ ദാവീദ് ഇത് കണ്ടിട്ട് ദാവീദ് വേദനയോടെ കരയുകയാണ്. അന്നത്തെ രാത്രി മുഴുവൻ അവർ കരഞ്ഞു. കൂടെയുണ്ടായിരുന്ന ഭൃത്യന്മാരും പോരാളികളും പട്ടാളക്കാരുമൊക്കെ പറഞ്ഞു, നമുക്കവരെ പിന്തുടർന്ന് നമുക്കവരെ കല്ലെറിയാം. അപ്പോൾ കൂടെയുണ്ടായിരുന്നവർക്കെല്ലാം ഈ അമലോക്യരോട് ഭയങ്കരമായ ദേഷ്യമായി. അവരെ കല്ലെറിയുവാൻ വേണ്ടിയിട്ടാണ് ദാവീദിനോട് പറയുന്നത്. ഉടനെ ദാവീദ്, പ്രിയമുള്ളവരെ, ഇതാ 30-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദാവീദ് പറഞ്ഞു, വേണ്ട, അവൻ കർത്താവിൽ ആശ്രയിച്ചു എന്ന് ബൈബിൾ പറയുന്നു. അവൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ? എനിക്കുണ്ടായിരുന്ന സമ്പത്തുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. എൻ്റെ ജീവിത പങ്കാളി, മക്കള്, എൻ്റെ കൂടപ്പിറപ്പിനെ മുഴുവൻ അവർ തട്ടിക്കൊണ്ടുപോയി. ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അവരെ പിന്തുടരണമോ? ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ ദൈവം ദാവീദിനോട് പറയുക, നീ അവരെ പിന്തുടരുക. അവർ തട്ടിയെടുത്ത നിൻ്റേതായ എല്ലാ വസ്തുക്കളും നീ തിരിച്ചു പിടിക്കുക. നിനക്കതിന് സാധിക്കും. ഒന്നുപോലും നഷ്ടപ്പെടാതെ നിനക്ക് എല്ലാം വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് ദൈവം ഇതാ ദാവീദിനോട് അരുൾ ചെയ്യുകയാണ്. ഈ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ദൈവസ്വരം കേട്ട് ദൈവത്തെ അനുസരിച്ച് ദാവീദ് ഇതാ കൂടെയുള്ള പട്ടാളക്കാരുമായി അവരെ പിന്തുടരുകയാണ്. പിന്തുടർന്ന് അവരുടെ കേന്ദ്രത്തിൽ, അവരുടെ സങ്കേതത്തിൽ ചെന്ന് തനിക്ക് നഷ്ടമായ അമലോക്യർ തട്ടിയെടുത്തത് മുഴുവൻ ഇതാ ദാവീദ് വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെ, ദൈവത്തിൻ്റെ സഹായത്താൽ അവൻ തനിക്ക് നഷ്ടമായതെല്ലാം, വചനം എഴുതിയിരിക്കുന്നു, ചെറുതോ വലുതോ ആയ ഒന്നും അവന് നഷ്ടമായില്ല. എത്ര ചെറിയ ഒരു വസ്തു പോലും
അവരെടുത്തിട്ടുണ്ടോ, കവർന്നു പോയോ, അത് മുഴുവൻ ഇതാ ദാവീദ് പ്രിയമുള്ളവരെ വീണ്ടെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് നമുക്ക് വലിയ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ കാലങ്ങളിൽ ശത്രു നിന്റേതായ എന്തെല്ലാം വസ്തുവകകൾ മോഷ്ടിച്ചുകൊണ്ട് പോയോ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ സാത്താൻ മോഷ്ടിച്ചുകൊണ്ട് പോയോ, നിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തി കളഞ്ഞോ, ബാല്യത്തിലുണ്ടായിരുന്ന, യൗവനത്തിലുണ്ടായിരുന്ന, കുടുംബ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ സന്തോഷം, ആ സമാധാനം, ആ ആനന്ദം, ആ ഐക്യത, ആ വിശ്വാസ്യത, ഇതൊക്കെ ഇന്ന് കൈമോശം വന്നു പോയിട്ടുണ്ടോ? ജോലിയിലുള്ള ഉയർച്ച, അഭിവൃദ്ധി, അത് നഷ്ടപ്പെട്ടു പോയോ? സമ്പത്തൊന്നുമില്ലാത്ത അവസ്ഥയിലാണോ? പണ്ട് എല്ലാത്തിനും തികയുമായിരുന്നു, കിട്ടുന്ന വരുമാനം ആവശ്യത്തിന് തികയുമായിരുന്നു, മിച്ചവും വെച്ചിരുന്നു. ഇന്ന് പലരും കൊട്ടയ്ക്കകത്ത് വെള്ളം കോരുന്നത് പോലെയാ. വരുമാനമുണ്ടെങ്കിലും അത് തികയുന്നില്ല. വരവിനേക്കാൾ ഇരട്ടിയായ ചെലവ് ഇതാ നമുക്ക് വർദ്ധിച്ചു വരികയാണ്. എല്ലാം നഷ്ടപ്പെട്ട അനുഭവം, കടം ഏറി വരുന്ന അനുഭവം, ആരോഗ്യം നഷ്ടപ്പെട്ട് ശരീരം ബലഹീനമായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ലഭിക്കുന്ന പണം മുഴുവൻ ഞാൻ ആശുപത്രിയിൽ കൊടുക്കുകയാണോ, ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയമായ കാര്യങ്ങൾ? നീ അതിന് കാരണക്കാരായവരെ, ഇതിന് ഇടയാക്കിയ വ്യക്തികളെ കല്ലെറിയാൻ നീ പോകരുത്, പിറുപിറുക്കാൻ പോകരുത്, അവരെ ശപിക്കാനോ തെറി പറയുവാനോ അല്ല പോകേണ്ടത്. ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, പുറകെ ചെന്ന് അമ്മാരെയൊക്കെ നമുക്ക് കല്ലെറിയാമെന്ന്. എന്നാൽ ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച്, ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികൾ കാണുമായിരിക്കാം. നിങ്ങളുടെ നഷ്ടങ്ങൾക്ക് കാരണമായ ചില വ്യക്തികളെ നിങ്ങൾ ഓർക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ദേഷ്യമോ അരിശമോ പരാതികളോ കുറ്റം പറച്ചിലുകളോ അവരെ ശപിക്കുന്ന ഒരവസ്ഥയോ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ പ്രവൃത്തി നമുക്ക് നിർത്താം. അവരെ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, തെറി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വിഷയത്തിൽ ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ, നിങ്ങളുടെ ജീവിതം ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചാൽ, നീ എന്താണ് ഇന്ന് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്ന് ദൈവം പറയും. ദൈവം പറയുന്ന വഴിയെ, ദൈവം പറയുന്നതനുസരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ പ്രിയമുള്ള സഹോദര സഹോദരി, നിങ്ങൾക്ക് നഷ്ടമായതെല്ലാം എല്ലാം എന്തു തന്നെ ആയാലും അത് നിങ്ങൾക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കും ദൈവസഹായത്താൽ. ദാവീദ് എല്ലാം വീണ്ടെടുത്തു, അവൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഇതാ വീണ്ടും മറ്റൊരു സംഭവം ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിനെ കുറിച്ച് ഇങ്ങനെ പ്രതിപാദിക്കുന്നു. 1-ാം അധ്യായം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ. ജോബ് ആ ദേശത്തെ, ഉസ്ദേശ് എന്ന് പറയുന്ന ആ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു എന്ന്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആടുകൾ, ഒട്ടകങ്ങൾ, കാളകൾ, പശുക്കൾ, അനേകം ദാസന്മാർ, 10 മക്കൾ, അനേകം നിരന്നു കിടക്കുന്ന വയലുകൾ, ഇങ്ങനെ ആ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന ഈ ജോബ്. പിന്നീട് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും,
അവന് എല്ലാം നഷ്ടമായി. വെറുതെയല്ല, സാത്താൻ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ദൈവം അനുവദിച്ചത് കൊണ്ട്, ദൈവത്താൽ അനുവദിക്കപ്പെട്ടത് കൊണ്ട് സാത്താൻ്റെ പ്രവൃത്തിയാൽ അവൻ്റെ സമ്പത്തുകളും മുഴുവൻ നഷ്ടമായി. തൻ്റെ ശരീരവും അഴുകി അഴുകി കുഷ്ഠരോഗം വന്ന് മാംസങ്ങൾ അഴുകിപ്പോകാൻ തുടങ്ങി. മാംസത്തിൽ നകത്തുനിന്നും എല്ലുകൾക്കകത്തുനിന്നും ഇതാ പുഴുക്കൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഭാര്യ പോലും ഈ ദാവീദിനെ ഈ ജോബിനെ ഇതാ ശപിക്കുക. നിങ്ങളിപ്പോൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? ഈ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോയി മരിക്കാൻ മേലെ മനുഷ്യ എന്ന് പറയുന്ന ഭാര്യ. അങ്ങനെ സമൂഹത്തിൽ നിന്ന് അവൻ ഒറ്റപ്പെട്ടു. കൂട്ടുകാരെല്ലാം അവനെ കളിയാക്കാൻ തുടങ്ങി. സമൃദ്ധിയുടെ നലിവിൽ ഉണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ ഇവൻ്റെ അടുക്കൽ വന്ന് കുറ്റപ്പെടുത്താനും പരാതി പറയാനും ഇവനെ പരിഹസിക്കാനും ഒക്കെ തുടങ്ങി. നീ വലിയ ദൈവഭക്തനായി ജീവിച്ചിട്ട് എന്ത് പറ്റിയടാ ഇപ്പോൾ? എല്ലാം നഷ്ടമായില്ലേ? നിന്റെ ഭാര്യ പോലും നിന്നെ കുറ്റപ്പെടുത്തുന്നു. നിന്റെ മക്കളും സമ്പത്തുകളും മുഴുവൻ നഷ്ടമായില്ലേ? അങ്ങനെ സ്നേഹിതർ ഇവനെ വന്ന് പരിഹസിക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി, തന്നെ കളിയാക്കാൻ വന്ന, തന്നെ കുറ്റപ്പെടുത്താൻ വന്ന ഈ സ്നേഹിതർക്ക് വേണ്ടി ജോബ് എന്ത് ചെയ്തു? ജോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ ഇവരെ അനുഗ്രഹിക്കണമേ, നിന്റെ വിശ്വാസത്തിൽ ഇവരെ ഉറപ്പിക്കണമേ എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അതിനുത്തരമായി ബൈബിൾ പറയുന്നു, ഇതാ ജോബിനെ ദൈവം അനുഗ്രഹിച്ചു. പണ്ടുണ്ടായിരുന്ന, മുൻപുണ്ടായിരുന്ന അവൻ്റെ സമ്പത്തിനേക്കാൾ, സമൃദ്ധിയേക്കാൾ ഇരട്ടിയായി, പ്രൈസ് ദി ലോർഡ്, ഇരട്ടിയായി ജോബിനെ ദൈവം അനുഗ്രഹിച്ചു. ജോബിന് നഷ്ടമായതെല്ലാം ഇതാ ജോബ് വീണ്ടെടുക്കുക ചെയ്യുന്നത്. ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇതാ ജോബിന് മടക്കി കൊടുക്കുന്നു. എപ്പോൾ? തന്നെ വേദനിപ്പിച്ച, കളിയാക്കിയ, കുറ്റപ്പെടുത്തിയ, പരിഹസിക്കാൻ വന്ന പഴയകാല സ്നേഹിതർക്ക് വേണ്ടി ഈ ജോബ് അവരെ അനുഗ്രഹിച്ച് അവരെ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, ദൈവത്തിന് ആ പ്രാർത്ഥന ഇഷ്ടമായി. അവരെ ലജ്ജിപ്പിക്കാൻ, അതുവഴി അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു? ജോബിന് കഴിഞ്ഞ കാലങ്ങൾ ഉണ്ടായിരുന്ന നഷ്ടപ്പെട്ടതെല്ലാം ഇതാ ഇരട്ടിയായി മൾട്ടിപ്ലൈ ചെയ്ത് ഇതാ ജോബിന് മടക്കി കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര സുന്ദരമായ അനുഭവം! ഇത് കഥയല്ല, അനുഭവമാണ്. ഇത് ചരിത്ര സംഭവമാണിത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആരോഗ്യം നഷ്ടമായോ? നിങ്ങളുടെ സമ്പത്ത് നഷ്ടമായോ? ആര് കാരണമാണ് നിങ്ങളുടെ ജോലി നഷ്ടമായി പോയത്? പ്രൊമോഷൻ തടഞ്ഞു പോയത് ആര് കാരണമാണ്? വിദേശത്തേക്ക് പോകാമായിരുന്ന ഒരു അവസരങ്ങൾ നഷ്ടമായത് ആര് കാരണമാണ്? നിങ്ങളുടെ വിവാഹം അത് തടയപ്പെടുന്നു, വിവാഹം നടക്കുന്നില്ല. എന്താ അതിന് കാരണം? നല്ലൊരു പേര വെക്കാൻ പറ്റുന്നില്ല. ആരാണ്ടൊക്കെ ഇതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുമായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ, പരാതി പറയാൻ, ശപിക്കാൻ ഒന്നും നിങ്ങൾ പോകരുത്. നിങ്ങൾ എന്തു ചെയ്യണം? ദൈവസന്നിധിയിൽ നിങ്ങളിവയെ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടി, ആരെങ്കിലുമൊക്കെ കാരണമാണ്
എൻ്റെ ഈ തകർച്ചയ്ക്ക് കാരണമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ആ കരുതുന്നവരെ ദൈവ സന്നിധിയിൽ സമർപ്പിച്ച്, പ്രിയമുള്ള അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് നഷ്ടമായത് ദൈവം മടക്കിത്തരാനും തയ്യാറാണ്. അത് നഷ്ടമായത് അതേ അളവിലല്ല, ഇരട്ടിയായി മറ്റുള്ളവരെ ലജ്ജിപ്പിക്കുമാറ്, മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുമാറ് നഷ്ടമായതെല്ലാം മടക്കിത്തരാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആയതിനാൽ നിങ്ങൾ കർത്താവിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുക. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 52-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: അവിടെ അന്ധനായ ബർത്തിമീസ് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ വഴിയറമ്പിൽ ഇരിക്കുകയായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് യേശു അതുവഴി പോകുന്നു എന്ന് കേട്ടപ്പോൾ അവൻ ഉറക്ക നിലവിളിക്കാൻ തുടങ്ങി. അവൻ്റെ നിലവിളി കേട്ട് യേശു അവനെ വിളിച്ചു. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണം, പറ മോനെ. ഉടനെ ബർത്തിമീസ് പറയുക, കർത്താവേ, എൻ്റെ കാഴ്ചശക്തി എനിക്ക് തിരിച്ചു കിട്ടണം, എൻ്റെ കാഴ്ചശക്തി എനിക്ക് വീണ്ടും കിട്ടണം, തിരിച്ചു കിട്ടണം എന്ന്. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? ബർത്തിമീസ് ജനിക്കുമ്പോഴേ കാഴ്ചയുള്ളവനായിരുന്നു. ജന്മന അവന് കാഴ്ചയുണ്ടായിരുന്നു. അവൻ എല്ലാം കണ്ടവനാ. ലോകത്തിൻ്റെ സൗന്ദര്യം, ഭൂമിയുടെ സൗന്ദര്യം, അവൻ്റെ കുടുംബക്കാരെ മുഴുവൻ അവൻ കണ്ടതാ. എന്നാൽ വളർച്ചയിലേക്ക് കടന്നു വന്നപ്പോൾ, മുന്നോട്ടുള്ള ചില കാലഘട്ടങ്ങൾ കടന്നപ്പോൾ, ഏതോ കാരണത്താൽ അവൻ്റെ കാഴ്ചശക്തി നഷ്ടമായി. അവൻ അന്ധനായി മാറ്റപ്പെട്ടു. അന്ധനായവൻ വീട്ടുകാരാൽ, നാട്ടുകാരാൽ വെറുക്കപ്പെട്ടു, ഉപേക്ഷിക്കപ്പെട്ടവനായി ഇതാ വഴിയറമ്പിൽ പിച്ചക്കാരനായിരിക്കുക. അപ്പോഴാ യേശു അവനോട് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരേണ്ടത്? ബർത്തിമീസ് എന്താ പറയുന്നത്? കർത്താവേ, എൻ്റെ കാഴ്ചശക്തി എനിക്ക് തിരിച്ചു കിട്ടണം. ഇത് കേൾക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് നഷ്ടമായ ആ ആരോഗ്യം മടക്കിത്തരാൻ യേശു തയ്യാറാ. നിങ്ങളുടെ രോഗത്തിൻ്റെ അവസ്ഥയിലാണോ? 5 വർഷം, 10 വർഷം, 15 വർഷം മുമ്പുണ്ടായിരുന്ന ആ ആരോഗ്യം, ആ ശക്തി, ആ സൗന്ദര്യം, ആ ബലം നിങ്ങൾക്ക് നഷ്ടമായെങ്കിൽ, ആ നഷ്ടമായതിനെ മടക്കിത്തരാൻ കഴിവുള്ളവനായ ഒരു യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. യേശു എന്ത് ചെയ്തു? ബർത്തിമീസിനോട് പറയാം, നിന്റെ വിശ്വാസം പോലെ സംഭവിക്കട്ടെ. അവൻ 2 കണ്ണും തുറക്കപ്പെട്ടവനായി, അവൻ്റെ അന്ധത മാറി, 2 കണ്ണും തുറക്കപ്പെട്ടവനായി, കാഴ്ചയുള്ളവനായി അവൻ മടങ്ങിപ്പോയി എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് നഷ്ടമായ സകലതും മടക്കിത്തരുന്ന ഒരു യേശുവുണ്ട്. അതുകൊണ്ട് നഷ്ടബോധത്തിൽ, നിരാശയിൽ, സങ്കടത്തിൽ, വേദനയിൽ നിങ്ങൾ കഴിയേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും പാപത്തിലൂടെ കടന്നുപോയവരാണോ, ആണോ പെണ്ണോ ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈംഗിക വിശുദ്ധി, ചാരിത്ര്യ ശുദ്ധി നിങ്ങൾക്ക് നഷ്ടമായി, കാത്തു സൂക്ഷിക്കേണ്ടത് പലതും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്നുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരാൻ, ആദ്യത്തെ വിശുദ്ധിയിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. നീ അവൻ്റെ അടുക്കിലേക്ക് വരുന്നുവെങ്കിൽ, അവനോട് പറയുന്നുവെങ്കിൽ, അവൻ നിനക്ക് വേണ്ടി അനുഗ്രഹം, അത്ഭുതം ചെയ്യാൻ തയ്യാറാ. ഈ അഭിഷേകം, നഷ്ടപ്പെട്ടു പോയ സന്തോഷം, സമാധാനം, ഐശ്വര്യം, ഉയർച്ച, വിജയം, ആരോഗ്യം, ബലം, കുടുംബ സമാധാനം ആവശ്യമുള്ളവരോ എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കർത്താവായ യേശുവേ, എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ഓരോരുത്തരെയും
നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അപ്പാ, നീ ഇവരെ ഏറ്റെടുക്കണമേ. അങ്ങയുടെ കൃപയാൽ ഇവരെ നിറയ്ക്കണമേ. അങ്ങയുടെ രക്തം കൊണ്ട് ഇവരെ പൊതിയപ്പെടട്ടെ. യേശുവേ, ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമേ. വേദനയിലൂടെ കടന്നു പോകുന്നവര്, കണ്ണുനീരിലൂടെ കടന്നു പോകുന്നവര്, നഷ്ടബോധങ്ങളിലൂടെ കടന്നു പോകുന്നവര്, ഇനി മരിച്ചേക്കാമെന്ന് പോലും ചിന്തിക്കുന്ന തകർന്ന ജീവിതങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. ആയതിനാൽ ഇവരുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം വേദനയിലൂടെ കടന്നു പോകുന്ന പ്രിയമുള്ളവരെ, ഈ ഇരു കരങ്ങളെയും ഉയർത്തി ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവശക്തിയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഓ, സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്ന ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും ദൈവിക ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. അത്ഭുതത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. നഷ്ടപ്പെട്ടത് മടക്കി തരുന്ന കർത്താവേ, ഇപ്പോൾ തന്നെ നിന്റെ അതേ കൃപ ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക്, വ്യക്തി ജീവിതങ്ങളിലേക്ക്, ജീവിത മേഖലകളിലേക്ക്, സമൂഹത്തിലേക്ക്, ഇടവുകളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നഷ്ടബോധത്തിൽ കഴിയുന്നവരെ, നിരാശയിൽ കഴിയുന്നവരെ, അവരെ പ്രത്യാശയിലേക്ക് നയിക്കണമേ. ആരോഗ്യം മടക്കി കൊടുക്കണമേ. സമൃദ്ധി മടക്കി കൊടുക്കണമേ. സന്തോഷം, കുടുംബത്തിൻ്റെ ഐശ്വര്യം, കുടുംബ സമാധാനം, സമ്പത്ത് നീ വർദ്ധിപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയതിനാൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ മാർക്ക്, പഠിക്കാനുള്ള അവരുടെ ആ ബുദ്ധി അല്ല ഇപ്പോൾ തന്നെ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ ബുദ്ധി, ജ്ഞാനം, അറിവ്, ആലോചന ഇവയെല്ലാം മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒഴുകട്ടെ. ആത്മാവിന്റെ ശക്തി പകരപ്പെടട്ടെ. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ മേൽ ഇരട്ടി അഭിഷേകം കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന കടവനായി സ്തോത്രം. യേശുവിന്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുക. വിശ്വസിക്കുക. ഗാഡ് ബ്ലെസ് യു. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ